തമിഴ്നാട് മുഖ്യമന്ത്രി ഒ പനീർശെൽവത്തിന്റെ അധ്യക്ഷതയിലുള്ള ആദ്യ മന്ത്രിസഭായോഗം ഇന്ന് ചേരും. സെക്രട്ടേറിയറ്റിലാണ് യോഗം. ജയലളിതയുടെ 2.5 മാസത്തെ ആശുപത്രിവാസം സംസ്ഥാനത്തിന് സമ്മാനിച്ച ഭരണപ്രതിസന്ധി ചെറുതല്ല. ചെറിയ ഫയലുകൾ മുതൽ സുപ്രധാന പദ്ധതികളിൽ വരെ തീരുമാനമെടുക്കുന്നത് ജയലളിതയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭരണചക്രത്തിൽ ആയിരക്കണക്കിന് ഫയലുകൾ തീരുമാനമാകാതെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതാവും പനീർശെൽവത്തിന് മുൻപിലുള്ള പ്രധാന വെല്ലുവിളി. നോട്ട് നിരോധനത്തിനെതിരെ BMS. നോട്ട് പ്രതിസന്ധി രാജ്യത്തെ തൊഴിൽ മേഖലയിൽ വൻ പ്രതിസന്ധി സൃഷ്ടിച്ചതായി BMS അഖിലേന്ത്യാ പ്രസിഡന്റ് ബൈജ്നാഥ് റായ് തുറന്നടിച്ചു. നോട്ട് നിരോധനം മൂലം 20 ലക്ഷം പേർക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടതെന്നും BMS കുറ്റപ്പെടുത്തി. ഈ നടപടി ആഭ്യന്തര വളർച്ചാ നിരക്ക് ഗണ്യമായി കുറയ്ക്കുമെന്നും ബൈജ്നാഥ് ടെലിഗ്രാഫിന് നൽകിയ അഭിമുഖത്തിൽ വിവരങ്ങളുമായി സന്തോഷ് സാലിംഗ് ചേർന്നുണ്ട്. സാലിംഗ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? സൗമ്യ, സംഘപരിവാർ സംഘടനകളിലെ ഏറ്റവും ശക്തമായ തൊഴിലാളി യൂണിയനായ BMS ആണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധന പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രസിഡന്റ് ബൈജ്നാഥ് റായ് ഇന്നലെ ഡൽഹിയിൽ വെച്ച് ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ നോട്ട് നിരോധന പദ്ധതി വ്യക്തമായ ആസൂത്രണമില്ലാത്ത പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നു. രാജ്യത്തെ അവിദഗ്ധ തൊഴിലാളി മേഖലയെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു പദ്ധതി. കേന്ദ്ര സർക്കാർ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ വിദഗ്ധ മേഖലയിൽ സൃഷ്ടിച്ചു. പക്ഷേ 20 ലക്ഷം പേർക്ക് നോട്ട് നിരോധനത്തിലൂടെ തൊഴിൽ നഷ്ടമായി. സ്വന്തം ഉപജീവന മാർഗമില്ലാതെ, കുടുംബം നോക്കാൻ കഴിയാതെ നിരവധി പേർ രാജ്യത്ത് അലഞ്ഞു തിരിയേണ്ട അവസ്ഥയിലായി എന്നാണ് BMS കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത്. അതോടൊപ്പം തന്നെ GDP വളർച്ചയിലുണ്ടായ ഇടിവ് സുപ്രീം കോടതി തന്നെ റിസർവ് ബാങ്ക് തന്നെ പ്രതീക്ഷിച്ച GDP വളർച്ചാ നിരക്ക് ഇടിയും എന്ന് വ്യക്തമാക്കിയതിലൂടെ അത് ഭാവിയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എത്ര വലുതായിരിക്കും എന്ന് ഇപ്പോൾ പറയാനാകില്ല. ഒരു മാസം കൊണ്ട് 20 ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടമായെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അത് വളരെ ഭീതിജനകമായി ഉയരും എന്നും ബൈജ്നാഥ് റായ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതാദ്യമായാണ് ഈ കേന്ദ്ര സർക്കാരിനെതിരെ സംഘപരിവാർ സംഘടനകൾക്കുള്ളിൽ നിന്ന് തന്നെ ഒരു ഭിന്ന അഭിപ്രായം ഉണ്ടാകുന്നത്. നോട്ട് നിരോധനം ഉണ്ടായി ആദ്യ ഒരാഴ്ച RSS തന്നെ ഈ നിരോധനത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയെങ്കിലും പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ നൽകിയില്ല, മൗനം ആർജിക്കുന്നു എന്നത് വ്യക്തം. അതിനുശേഷമാണ് ഒരു മാസം പിന്നിടുമ്പോൾ വ്യക്തമായ എതിർ സ്വരത്തോടുകൂടി BMS എത്തുന്നത്. മറ്റു തൊഴിലാളി സംഘടനകൾ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ തൊഴിലാളി മേഖലയിൽ ഉണ്ടായ വലിയൊരു ഇടിവിന്റെ കണക്കുകൾ തന്നെയാണ് BMS പറയുന്നു എന്ന് തന്നെയാണ്. മറ്റു തൊഴിലാളി സംഘടനകളും ഇക്കാര്യങ്ങളിൽ വ്യക്തത പുലർത്തിക്കൊണ്ട് വരും ദിവസങ്ങളിലും രംഗത്തെത്തും. സൗമ്യ, സന്തോഷ് സാലിംഗാണ് വിവരങ്ങൾ നൽകിയത്. അവശ്യ സേവനങ്ങൾക്ക് പഴയ 500 രൂപ നോട്ടുകൾ ഇന്ന് അർദ്ധരാത്രി കൂടിയേ ഉപയോഗിക്കാനാകൂ. ഇന്നു മുതൽ 3 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കില്ല. എന്നാൽ ATMകൾ നിറച്ചിട്ടുണ്ടെന്ന് ബാങ്കുകൾ അറിയിച്ചു. പേപ്പർ നോട്ടിന് പകരം പ്ലാസ്റ്റിക് നോട്ട് പുറത്തിറക്കാനുള്ള നിർദ്ദേശം RBI അംഗീകരിച്ചതായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പറഞ്ഞു. പേപ്പർ നോട്ടിന് പകരം പ്ലാസ്റ്റിക് നോട്ട് പുറത്തിറക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഇടപാടുകൾ ബാങ്കിംഗ് വഴിയാക്കണമെന്ന നിർദ്ദേശത്തിന് പിന്നാലെയാണ് കേന്ദ്ര ധനമന്ത്രാലയം നോട്ടുകളും പ്ലാസ്റ്റിക് നിർമ്മിതമാക്കുന്നത്. RBI നിർദ്ദേശം അംഗീകരിച്ചതായി ധനസഹമന്ത്രി അർജുൻ മേഘവാൾ ലോക്സഭയെ അറിയിച്ചു. പ്ലാസ്റ്റിക് കാർഡുകൾക്ക് പുറമെ നോട്ടുകളും പ്ലാസ്റ്റിക് നിർമ്മിതമാക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. ധനകാര്യ സഹമന്ത്രി അർജുൻ രാം മേഘവാളാണ് ലോക്സഭയിൽ ഇക്കാര്യം അറിയിച്ചത്. പേപ്പർ നോട്ടുകൾക്ക് പകരം പ്ലാസ്റ്റിക് കറൻസികൾ കൊണ്ടുവരണമെന്ന RBI നിർദ്ദേശം സ്വീകരിച്ചാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതെന്ന് ധനസഹമന്ത്രി വ്യക്തമാക്കി. ആദ്യഘട്ടമെന്ന നിലയിൽ 10 രൂപ നോട്ടുകളാണ് പ്ലാസ്റ്റിക് നോട്ടുകളായി അവതരിപ്പിക്കുക. കൊച്ചി, മൈസൂർ, ജയ്പൂർ, ഷിംല, ഭുവനേശ്വർ എന്നീ നഗരങ്ങളിലാകും ആദ്യം പ്ലാസ്റ്റിക് നോട്ടുകൾ എത്തിക്കുക. പേപ്പർ നോട്ടുകളിൽ അച്ചടി സമയത്ത് ഗുരുതര പിഴവുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് പ്ലാസ്റ്റിക് നോട്ട് തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നതെന്ന് ധനസഹമന്ത്രി വ്യക്തമാക്കി. ഇതിനായി സാങ്കേതിക ക്രമീകരണങ്ങൾ സജ്ജമാക്കുന്നതിലെ കാലതാമസമാണ് മുന്നിലെ വെല്ലുവിളിയെന്നും ധനസഹമന്ത്രി അറിയിച്ചു. നിലവിൽ പേപ്പർ നോട്ട് ക്ഷാമം ശക്തമായ സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് നോട്ടുകൾ എത്ര വേഗം ഇനി എത്തിക്കാനാകുമെന്നതും കണ്ടറിയേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ അറസ്റ്റിലായ മുൻ വ്യോമസേന മേധാവി SP ത്യാഗിയെ ഇന്ന് ദില്ലിയിലെ CBI പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. ത്യാഗിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള കൂട്ടുപ്രതികളെയും കോടതിയിലെത്തിക്കും.
ആലപ്പുഴയിൽ ഫെഡറൽ ബാങ്കിൽ തീപിടുത്തം. ആളപായമില്ല. നിരവധി ഫയലുകളും നിർണായക രേഖകളും കമ്പ്യൂട്ടറുകളും കത്തിനശിച്ചു. അഗ്നിശമന സേന എത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ അറസ്റ്റിലായ മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗി ഇന്ന് ദില്ലിയിലെ CBI പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി മനു ശങ്കർ ചേർന്നുണ്ട്. മനു, ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എങ്ങനെയാണ്? വിവരങ്ങൾ. അല്പസമയങ്ങൾക്കകം തന്നെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി ഇടപാടുമായി ബന്ധപ്പെട്ട് CBI ഇന്നലെ അറസ്റ്റ് ചെയ്ത മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗി അല്പസമയങ്ങൾക്കകം ദില്ലി പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. SP ത്യാഗി ഒപ്പം അഭിഭാഷകൻ ബന്ധുവായ സഞ്ജീവ് ത്യാഗി എന്നിവരെയാണ് ദില്ലി പ്രത്യേക കോടതിയിൽ CBI ഹാജരാക്കുക. SP ത്യാഗിക്ക് ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ അഗസ്റ്റ കമ്പനിക്ക് ചില ഇളവുകൾ മാനദണ്ഡങ്ങളിൽ ഇളവുകൾ അനുവദിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ CBIക്ക് ഇപ്പോൾ ലഭിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കൃത്യമായ നടപടിയിലേക്ക്, അടിയന്തര ശക്തമായ നടപടിയിലേക്ക് CBI കടക്കുന്നത്. അതേസമയം CBIയുടെയും ഇപ്പോഴത്തെ നടപടി കേന്ദ്ര സർക്കാർ ഈ നോട്ട് പിൻവലിക്കൽ വിഷയത്തിലെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു നടപടി എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ CBI ഡയറക്ടറായി ഈ പുതിയ ഡയറക്ടറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതിൽ സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നത് സാധാരണഗതിയിൽ ലോകായുക്ത സമിതി ഈ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും നിർദ്ദേശിക്കുന്ന സമിതിയിൽ നിന്നാണ് CBI ഡയറക്ടർ സ്ഥാനത്തേക്കും മറ്റും നിയമനങ്ങൾ നടക്കാറുള്ളത്. എന്നാൽ അത്തരമൊരു നിയമനം നടക്കാതെയായിരുന്നു പുതിയ താൽക്കാലിക CBI ഡയറക്ടറെ കേന്ദ്ര സർക്കാർ നിയമിച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ മുൻ വ്യോമസേനാ മേധാവി അടക്കം CBI അറസ്റ്റ് ചെയ്തത് എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ ഈ വ്യോമസേനാ മേധാവിയെ CBI ചോദ്യം ചെയ്യുന്നതിനായി വിളിച്ചു വരുത്തിയപ്പോൾ ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ മാതൃ കമ്പനിയുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് മുൻ വ്യോമസേനാ മേധാവി വെളിപ്പെടുത്തിയിരുന്നു എന്നുകൂടിയാണ് CBI വക്താവ് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ അടിയന്തര നടപടിയിലേക്ക് കടന്നത്, അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടന്നത് എന്നാണ് CBIയുടെ വിശദീകരണം. അല്പസമയങ്ങൾക്കകം മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗി അതോടൊപ്പം അഭിഭാഷകൻ ഇതോടൊപ്പം ബന്ധു സഞ്ജീവ് ത്യാഗി എന്നിവരെ ദില്ലി പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. സൗമ്യ. മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. JCDAയുടെ ഭൂമി വിൽപ്പനയിലെ ക്രമക്കേട് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചു. ടെൻഡറിൽ പോലും പങ്കെടുക്കാതിരുന്ന സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കാണ് N വേണുഗോപാൽ ചെയർമാനായിരിക്കെ ഭൂമി ലഭിച്ചതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. നഗരമധ്യത്തിലെ കണ്ണായ സർക്കാർ ഭൂമി യഥാർത്ഥ വിലയുടെ പകുതി തുകയ്ക്കാണ് ബ്ലൂ വൺ റിയൽറ്റേഴ്സിന് JCDA കൈമാറിയത്. കടവന്ത്ര മാതാനഗറിൽ നഗരവികസനത്തിനായി JCDA പൊന്നും വില കൊടുത്തു വാങ്ങിയ ഭൂമിയാണിത്. എറണാകുളം വില്ലേജിൽ സർവേ നമ്പർ 330/12 പെടുന്ന 45.83 സെന്റ് ഭൂമിക്ക് കോടികൾ വിലമതിക്കും. ബ്ലൂ വൺ റിയൽറ്റേഴ്സ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് ഈ ഭൂമി ഇപ്പോൾ. സർക്കാർ ഭൂമി സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ കൈവശമെത്തിയ ഇടപാട് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ വിജിലൻസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കോൺഗ്രസ് നേതാവ് N വേണുഗോപാൽ JCDA ചെയർമാനായിരിക്കെയാണ് ക്രമക്കേട് നടന്നത്. ഭൂമി വിൽപ്പനയ്ക്കായി ടെൻഡർ ക്ഷണിച്ചതു മുതൽ ആരംഭിച്ചു ക്രമക്കേടിന്റെ പട്ടിക. ടെൻഡറിൽ പങ്കെടുത്തത് 3 പേർ മാത്രം. അതിൽ 2 പേർ PA നസീറും PA അബ്ദുൾ റഷീദും ഒരേ കമ്പനിയുടെ പാർട്ട്ണർമാർ. മൂന്നാമത്തെ ടെൻഡർ വ്യാജ പേരിലുമായിരുന്നു. ഇതിനായി വ്യാജ പാൻ കാർഡ് ഉണ്ടാക്കിയതായും വിജിലൻസ് കണ്ടെത്തി. കുറഞ്ഞത് 3 പേരെങ്കിലും ടെൻഡറിൽ പങ്കെടുക്കണമെന്ന നിബന്ധന പാലിക്കാനായിരുന്നു ഈ തട്ടിപ്പ്. സെന്റിന് 8 ലക്ഷം രൂപയ്ക്ക് അബ്ദുൾ റഷീദിന് ടെൻഡർ ഉറപ്പിച്ചു. ടൗൺ പ്ലാനർ 17 ലക്ഷം രൂപ സെന്റിന് മതിപ്പുവില നിശ്ചയിച്ച ഭൂമിയാണിത്. 7.5 കോടി രൂപ വിലമതിക്കുന്ന ഭൂമിക്ക് ലഭിച്ചത് പകുതിയിലും താഴെ 3.5 കോടി രൂപ മാത്രം. പണമടച്ച അബ്ദുൾ റഷീദ് തന്റെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്യരുതെന്ന വിചിത്രമായ ഒരു ആവശ്യവും മുന്നോട്ടുവച്ചു. പകരം ബ്ലൂ വൺ റിയൽറ്റേഴ്സ് എന്ന സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്യാനായിരുന്നു അപേക്ഷ. എല്ലാ നിയമങ്ങളും ലംഘിച്ച് ടെൻഡറിൽ പങ്കെടുക്കാത്ത കമ്പനിക്ക് JCDA ഭൂമി രജിസ്റ്റർ ചെയ്തു നൽകി. കോടികൾ വിലമതിക്കുന്ന സർക്കാർ ഭൂമി അങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് റിയൽ എസ്റ്റേറ്റ് കമ്പനി സ്വന്തമാക്കി. വൻ ക്രമക്കേടും ഗൂഢാലോചനയും ഇതിനു പിന്നിൽ നടന്നതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് നേതാവ് N വേണുഗോപാൽ ഉൾപ്പെടെ 4 പേരെ പ്രതികളാക്കി വിജിലൻസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. സമാന സ്വഭാവമുള്ള മറ്റു 3 ഭൂമി കുംഭകോണങ്ങൾ കൂടി ഈ കാലയളവിൽ JCDAയിൽ നടന്നതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. സാലി മുഹമ്മദ്, കൊച്ചി. ഇന്ന് സാർവദേശീയ മനുഷ്യാവകാശ ദിനം. രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നവരിൽ മുന്നിൽ ആരാണ് എന്ന ചോദ്യത്തിന് ലഭിക്കുന്നത് ഞെട്ടിക്കുന്ന മറുപടിയാണ്. മനുഷ്യാവകാശ സംരക്ഷകരാകേണ്ട പോലീസാണ് രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നവരിൽ മുൻപന്തിയിൽ. പോലീസിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾ താരതമ്യേന കുറവായ കേരളത്തിൽ
കഴിഞ്ഞ 3 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 16 കസ്റ്റഡി മരണങ്ങൾ എന്ന റിപ്പോർട്ട്. രാജ്യത്ത് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണവും പോലീസ് അതിക്രമങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണവും വർഷാവർഷം കൂടി വരികയാണ്. ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ, സുപ്രീം കോടതി രൂപം നൽകിയ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റികൾ തുടങ്ങി മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനും പോലീസ് അതിക്രമങ്ങൾ കുറയ്ക്കാനുമുള്ള സംവിധാനങ്ങൾ രാജ്യത്ത് നിരവധിയുണ്ടെങ്കിലും ഇന്ത്യയിലെ പോലീസിന് ഇതൊന്നും ബാധകമേയല്ല. മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ലഭിക്കുന്ന പരാതികളിൽ 30% പോലീസിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ളവയാണ്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ലോക്സഭയിൽ നൽകിയ മറുപടിയിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങളുള്ളത്. 2013-14 വർഷത്തിൽ രാജ്യത്താകെ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചവരുടെ എണ്ണം 140. 2014-15 130 പേർ കസ്റ്റഡിയിൽ മരിച്ചു. എന്നാൽ 2015-16 കാലത്ത് കസ്റ്റഡിയിൽ മരിച്ചവരുടെ എണ്ണം 153 വർദ്ധിച്ചു. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട പോലീസ് സംവിധാനങ്ങളുള്ള കേരളത്തിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 16 കസ്റ്റഡി മരണങ്ങളും പോലീസിനെതിരെ 537 കേസുകളും. മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു. പോലീസിനെ സംബന്ധിച്ച് നിരവധി അവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ധാരാളം ഉള്ളതാണ്. പക്ഷേ എന്നിട്ടും ആ പോലീസ് അതിക്രമങ്ങളെ ഫലപ്രദമായി തടയുന്നതിന് കഴിയുന്നില്ല എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ രാജ്യത്ത് പോലീസിനെതിരെ ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തത് ഉത്തർപ്രദേശിൽ 72,730 കേസുകൾ. എന്നാൽ 46 കസ്റ്റഡി മരണങ്ങളുള്ള ഉത്തർപ്രദേശിനെ ബഹുദൂരം പിന്നിലാക്കി മഹാരാഷ്ട്രയാണ് കസ്റ്റഡി മരണങ്ങളിൽ ഒന്നാമതുള്ള സംസ്ഥാനം. 84 കസ്റ്റഡി മരണങ്ങൾ. 34 കസ്റ്റഡി മരണങ്ങളുമായി പശ്ചിമബംഗാളും തൊട്ടുപുറകെ. 2014 ഏപ്രിൽ 1 മുതൽ 2016 ഒക്ടോബർ 31 വരെയുള്ള ലഭ്യമായ കണക്കുകളനുസരിച്ച് രാജ്യത്താകമാനം പോലീസിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 1,21,604 ഇനി രജിസ്റ്റർ ചെയ്യാത്ത കേസുകളുടെ എണ്ണം എത്രയെന്ന് വെറുതെ ഒന്ന് ഊഹിക്കുക കൂടി ചെയ്യുക. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. ലോകജാലകം തുറന്ന് കേരളം. ഇരുപത്തിയൊന്നാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 2ാം ദിനം പ്രദർശനം തുടരുകയാണ്. തുർക്കി ചിത്രം കോൾഡ് ഓഫ് കലാന്തറും ദക്ഷിണാഫ്രിക്കൻ ചിത്രം സിംഗുമാണ് ഇന്ന് മേളയിൽ പ്രദർശിപ്പിക്കുന്ന മത്സര വിഭാഗ ചിത്രങ്ങൾ. മേളയിലെ മുഖ്യ ആകർഷകങ്ങളായ കുടിയേറ്റം, ലിംഗസമത്വം പ്രതിപാദിക്കുന്ന ജെൻഡർ ബെൻഡ വിഭാഗത്തിലെ സിനിമകളും ഇന്ന് പ്രദർശനത്തിനുണ്ട്. ലോക സിനിമാ വിഭാഗത്തിൽ 39 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. മേളയുടെ മാറ്റുകൂട്ടാനായി നടൻ ജഗദീഷ് ശ്രീകുമാർ പ്രധാന വേദിയായ ടാഗോറിൽ എത്തി. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ജഗദീഷ് ശ്രീകുമാർ എത്തിയത് ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് തന്നെ വലിയൊരു ആവേശമായിരുന്നിരിക്കണം. ഒപ്പം തന്നെ ഇന്ന് മേളയുടെ ആകർഷകങ്ങളും ആവേശങ്ങളും ഒക്കെ എന്തൊക്കെയാണ്? ഷീജ. വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും രാവിലെ മുതൽ തന്നെ 13 തിയേറ്ററുകളും സജീവമായി കഴിഞ്ഞു. 13 തിയേറ്ററുകളിലും ചിത്രങ്ങളുടെ പ്രദർശനവും ആരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മേളയിൽ പ്രശസ്ത നടൻ ജഗദീഷ് ശ്രീകുമാറിന്റെ ഒരു പങ്കാളിത്തമായിരുന്നു. അദ്ദേഹം അല്പസമയം മുമ്പാണ് ഈ മേളയുടെ പ്രധാന വേദിയായ ടാഗോറിൽ നിന്നും മടങ്ങിയിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം നിലവിൽ ഒരു ഡിസൈനേഴ്സ് ആറ്റിക് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കാരണം അദ്ദേഹം വീട്ടിലാണ്. അതിനാൽ അദ്ദേഹത്തിന് നിലവിൽ ചലച്ചിത്രമേളയിൽ അദ്ദേഹം അർഹിക്കുന്ന ഒരു പ്രാധാന്യം നൽകണം എന്നുള്ള ചലച്ചിത്ര അക്കാദമിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ മേളയിൽ ഇത്തരത്തിൽ വലിയൊരു മേള തലസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്ത് നടക്കുമ്പോൾ അദ്ദേഹത്തെ കൂടി പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചലച്ചിത്ര അക്കാദമി മുൻകൈയെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവിടെ എത്തിയതും ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതും. ഏതായാലും മറ്റ് സിനിമകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ മത്സര വിഭാഗ ചിത്രങ്ങളുടെ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഇന്ന് 3 സിനിമകളാണ് മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നത്. ഇതിൽ തുർക്കിയിൽ നിന്നുള്ള ചിത്രമായ കോൾഡ് ഓഫ് കലന്തറാണ് ഇപ്പോൾ പ്രദർശനം ആരംഭിച്ചിട്ടുള്ളത്. ഇനി 2 സിനിമകളുടെ പ്രദർശനം കൂടി ഇന്ന് നടക്കും. അതായത് ദക്ഷിണാഫ്രിക്കൻ ചിത്രമായ സിംഗും അതോടൊപ്പം തന്നെ ഈജിപ്ഷ്യൻ ചിത്രമായ ക്ലാഷും. ഇവർ രണ്ടുപേരുടെയും ഈ 2 ചിത്രങ്ങളുടെയും പ്രദർശനം ഇന്ന് നടക്കുന്നതായിരിക്കും. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് മേളയുടെ തന്നെ പ്രമേയങ്ങളായ കുടിയേറ്റവും അതോടൊപ്പം തന്നെ ലിംഗസമത്വവും ഈ രണ്ടിലുമായി പ്രത്യേകം വിഭാഗങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതിൽ മൈഗ്രേഷൻ ഫോക്കസിൽ ഇന്ന് 2 ചിത്രങ്ങളും അതോടൊപ്പം തന്നെ ജെൻഡർ ബെൻഡർ വിഭാഗത്തിലും 2 ചിത്രങ്ങൾ ഇന്ന് പ്രദർശനത്തിനെത്തും. ഏതായാലും എല്ലാ തിയേറ്ററുകളും വലിയ ജനപങ്കാളിത്തം കൊണ്ട് 2ാം ദിനവും ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ആദ്യ ഷോയിൽ മിക്ക തിയേറ്ററുകളിൽ നിന്നും മികച്ച ഒരു പ്രതികരണം തന്നെയാണ്
പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സൗമ്യ. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. 21ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം. തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മേളയ്ക്ക് തിരിതെളിയിച്ചത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ലോകക്കാഴ്ചകളിലേക്കാണ് തലസ്ഥാനം മിഴിതുറന്നത്. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. 21ാമത് മേളയ്ക്ക് 21 തിരിതെളിയിച്ചാണ് തുടക്കമായത്. Films have become a means of attracting people to visit the state, and in that way it gives a boost to tourism. Here you will get a chance to meet and interact with one of the most cine-literate audience in the world. കേരളത്തിലെ സിനിമാ ആസ്വാദകരുടെ മികവിനെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ചെറിയ തിരുത്തുവരുത്തി ചടങ്ങിലെ മുഖ്യാതിഥിയായ പ്രശസ്ത നടനും സംവിധായകനുമായ അമോൽ പലേക്കർ. This festival is rightfully holds the pride place in this state. I would like to make a humble correction to that. It is not only to the state but to the entire country that it holds a place of pride. ചെക്കോസ്ലോവാക്യൻ സംവിധായകൻ ജെറി മെൻസിലിനെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകി മേള ആദരിച്ചു. ഫെസ്റ്റിവൽ ബുക്ക്, ബുള്ളറ്റിൻ, കാറ്റലോഗ് എന്നിവയുടെ പ്രകാശനവും ഉദ്ഘാടന ചടങ്ങിൽ നടന്നു. ചടങ്ങിന് ശേഷം ഉദ്ഘാടന ചിത്രമായ പാർട്ടിംഗ് നിറസദസ്സിൽ പ്രദർശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമായിരുന്നു ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിലെ താളലയ ദൃശ്യവിരുന്ന്. മലയാളികളുടെ അന്യം നിന്നു പോകുന്ന കലകളുടെ പുനരാവിഷ്കാരം. റിതം ഓഫ് കേരളയുടെ മുളസംഗീതം കാണികളെ ഒന്നടങ്കം കയ്യിലെടുത്തു. പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കിന്റെയും വിളവെടുപ്പിന്റെയും ശീലുകൾ അതായിരുന്നു മുളം തണ്ടിൽ നിന്നുയർന്ന ഓരോ താളവും. മലയാളികളെ പഴമയിലേക്ക് കൊണ്ടുപോയ മുളസംഗീതം 1 മണിക്കൂർ പ്രേക്ഷകരെ കയ്യിലെടുത്തു. കടമ്പനാട്ട് ജയചന്ദ്രന്റേതാണ് ആവിഷ്കാരം. മുളസംഗീതത്തിന്റെ മാസ്മരികതയ്ക്ക് ശേഷം 21 മിഴാവുകൾക്കൊപ്പം ഇടയ്ക്കും ഇലത്താളവും ചേർന്നൊരുക്കിയ മോഹിനിയാട്ടം ഉദ്ഘാടന ചടങ്ങിനെ ഉത്സവ ഛായയിലാഴ്ത്തി. കേരളത്തിന്റെ തനത് കലാരൂപമായ ആദിരൂപം എന്ന് വിശേഷിപ്പിക്കുന്ന തോൽപ്പാവക്കൂത്തിലൂടെ ദൃശ്യ സംസ്കൃതിയും സാക്ഷ്യമായി. പ്രമുഖ നാടക സിനിമാ സംവിധായകൻ പ്രമോദ് പയ്യന്നൂരാണ് കലാവിരുന്ന് അണിയിച്ചൊരുക്കിയത്. എസ് ഷീജ, തിരുവനന്തപുരം. അനുമതിയില്ലാതെ റോഡ് വെട്ടിപ്പൊളിച്ചത് മൂലം ആലപ്പുഴ നഗരത്തിലെ കുടിവെള്ളം മുട്ടി. ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനിയുടെ കേബിൾ ഇടുന്നതിനായാണ് പൈപ്പുകൾ പൊട്ടിയത്. അനധികൃതമായി റോഡ് വെട്ടിപ്പൊളിക്കുന്നത് നിർത്തിവെക്കാൻ പൊതുമരാമത്ത് നിർദ്ദേശം നൽകി. ആലപ്പുഴ നഗരസഭാ പരിധിയിലുള്ള റോഡ് കുഴിക്കുന്നതിനിടയിലാണ് കുടിവെള്ളത്തിന്റെ പൈപ്പ് പൊട്ടി ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിയത്. നഗരസഭയുടെ അനുവാദമില്ലാതെ ഇന്ത്യയിലെ ഒരു വൻകിട കമ്പനിയുടെ കേബിൾ ഇടുന്നതിനിടയിലാണ് റോഡ് കുഴിച്ചത്. നഗരത്തിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ കുടിവെള്ള പൈപ്പുകൾ തകർന്നിട്ടുണ്ട്. നഗരസഭാ പരിധിക്കുള്ളിൽ ഇത്തരം കേബിൾ സ്ഥാപിക്കുന്നതിനെതിരെ കൗൺസിലർമാർ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. എങ്കിലും ഈ എതിർപ്പുകൾ അവഗണിച്ചാണ് UDF ഭരിക്കുന്ന നഗരസഭ കേബിൾ ഇടുന്നതിന് അനുമതി നൽകിയിരിക്കുന്നത്. ഇല്ല, മുനിസിപ്പാലിറ്റി കേബിളിങ്ങിന് ഇങ്ങനെ കൊടുത്തിട്ടില്ല. മുനിസിപ്പൽ റോഡ് പൊളിച്ച് ചെയ്യാൻ കൊടുത്തിട്ടില്ല. PWDയുടെ സൈഡിൽ ചെയ്യുന്നുണ്ട്. റിലയൻസിന് കൊടുത്തിട്ടില്ല. അതിനിപ്പോൾ ഭയങ്കര തർക്കം നടന്ന് നമ്മൾ അവരുടെ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പൈപ്പുകൾ തകർന്നതോടെ നഗരത്തിലെ ജനങ്ങളുടെ കുടിവെള്ളവും മുട്ടിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന നഗരത്തിൽ കുടിവെള്ള പൈപ്പുകൾ കൂടി പൊട്ടിത്തകർന്നതോടെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പീപ്പിൾ എക്സ്ക്ലൂസീവ്. UDF ഭരണകാലത്ത് ശബരിമല ഉത്സവവുമായി ബന്ധപ്പെട്ട പുതിയ പാത്രങ്ങൾ വാങ്ങിയതിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന റിപ്പോർട്ട് ദേവസ്വം ബോർഡ് അധികൃതർ പൂഴ്ത്തി.
അന്നത്തെ ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ളവരിൽ നിന്ന് പ്രസ്തുത തുക തിരിച്ചുപിടിക്കണമെന്നും നിയമ നടപടി കൈക്കൊള്ളണമെന്നുമുള്ള ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടാണ് 2 വർഷമായി പൂഴ്ത്തിയത്. ഉന്നത കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിനെയും സമ്മർദ്ദത്തെയും തുടർന്നാണ് അന്വേഷണം മരവിപ്പിച്ചത്. 2013-14 കാലഘട്ടത്തിലെ മണ്ഡല മകരവിളക്കുത്സവവുമായി ബന്ധപ്പെട്ട 1,87 ലക്ഷം രൂപ ബോർഡ് ഫണ്ടിൽ നിന്നും ചെലവഴിച്ച് പുതിയ പാത്രങ്ങൾ വാങ്ങിയത് അന്യായമാണെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തുകയും സ്റ്റോക്ക് വെരിഫിക്കേഷൻ സമയത്ത് നടപടിയെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്നും തുക ഈടാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ശുപാർശ ചെയ്ത് റിപ്പോർട്ടും നൽകി. ഹൈക്കോടതിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ടാണ് ബോർഡ് അധികൃതർ തന്നെ പൂഴ്ത്തിയത്. അന്നത്തെ ദേവസ്വം മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരൻ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുമായ VS ജയകുമാർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കെയായിരുന്നു ഈ നടപടി. ശബരിമലയിൽ ആവശ്യത്തിലധികം പാത്രങ്ങൾ ഉള്ളപ്പോൾ പുതിയവ വാങ്ങിയത് അന്യായമാണെന്നായിരുന്നു ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് കണ്ടെത്തുകയും കമ്മീഷണറെയും ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറെയും അന്വേഷണത്തിന് ബോർഡ് ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു തവണ പോലും ഇവർ യോഗം ചേർന്നിട്ടില്ല. 3 മാസത്തിലൊരിക്കൽ ബോർഡ് പ്രവർത്തന റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കണമെന്ന് 2007 ഏപ്രിൽ 12 പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിൽ പറഞ്ഞെങ്കിലും അതും പാലിച്ചിട്ടില്ല. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് തന്നെ അഴിമതി കണ്ടെത്തിയ സ്ഥിതിക്ക് സംസ്ഥാന വിജിലൻസ് ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്നാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. കോടികളുടെ അഴിമതി അന്വേഷണ ഫയലുകൾ കമ്മീഷണർ ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. വിജേഷ് നടുവിൽ, സന്നിധാനം. സംസ്ഥാനത്ത് വിജയകരമായ പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പ് മാതൃകയാക്കാൻ ഉത്തർപ്രദേശ്. കേരളം പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ ഉത്തർപ്രദേശ് ആസൂത്രണ കമ്മീഷൻ അംഗം തലസ്ഥാനത്തെത്തി. ഹരിത കേരളം മിഷന്റെ പ്രവർത്തനങ്ങളും അംഗം പഠനവിധേയമാക്കുന്നുണ്ട്. കേരളത്തിൽ ആസൂത്രണ ബോർഡ് ഫലപ്രദമായി പ്രവർത്തിക്കുന്നതും പഞ്ചവത്സര പദ്ധതി വിജയകരമായി നടപ്പാക്കുന്നതും മാതൃകയാക്കാൻ ഒരുങ്ങുകയാണ് ഉത്തർപ്രദേശ്. ഇതിനായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന്റെ നിർദ്ദേശപ്രകാരം ആസൂത്രണ കമ്മീഷൻ അംഗം ഡോക്ടർ സിദ്ധാർത്ഥ് ത്രിപതി കേരളത്തിലെത്തി. കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മികച്ച മാതൃകയാണെന്ന് ത്രിപതി പറയുന്നു. We all know in India Kerala is doing really well in terms of planning and planning in terms of local self-government and involvement of people in the entire planning process. So something which we also in UP would want to do that. സർക്കാർ കഴിഞ്ഞ ദിവസം തുടക്കമിട്ട ഹരിത കേരളം മിഷന്റെ പ്രവർത്തനങ്ങളും സിദ്ധാർത്ഥ് ത്രിപതി പഠനവിധേയമാക്കുന്നുണ്ട്. I was rather impressed by the involvement of people in this entire mission. And I think something which all the states of India should follow. ഹരിത കേരള മിഷൻ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ TN സീമ. ഓരോ പ്രദേശത്തെയും ഈ രംഗത്തുള്ള വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള അതിൻ്റെ ഒരു തുടക്കമാണ്. ഹരിത കേരളം മിഷന്റെ ഭാഗമായി തലസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കിയാണ് ത്രിപതി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ഇടനാഴിയിലെ CCTVയിൽ പ്രവർത്തനരഹിതമായി. ജയലളിതയെ കാണാൻ സഹോദരപുത്രി ദീപ ജയകുമാറിന് അനുമതി നിഷേധിച്ചതിലും ദുരൂഹത. VVIP കാറ്റഗറിയിലുള്ള ജയലളിതയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അടക്കിയതിലും സംശയം ഉയർന്നു. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേർന്നുണ്ട്. ജീവൻ, CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഓഫ് ചെയ്യപ്പെട്ടിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ? സൗമ്യ, ജയലളിത എന്നത് ഒരു വളരെ ദുരൂഹതയുള്ളൊരു മരീചികയായി ഇപ്പോഴും ഈ മുഴുവൻ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം തൃപ്തികരമായൊരു വിശദീകരണം ഒരു തരത്തിലും ആശുപത്രി അധികാരികളുടെ ഭാഗത്തു നിന്നോ തമിഴ്നാട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായൊരു കാര്യം. പ്രത്യേകിച്ച് വളരെ ഉന്നത സ്ഥാനത്തിലുള്ള ജയലളിതയെ പോലൊരു വ്യക്തി അവരുടെ മരണമോ അതിനു മുമ്പ് നടന്ന അവരുടെ ചികിത്സാ വിവരങ്ങളോ ഒരുപക്ഷെ പുറത്തുവിടാത്തത് ഇന്ത്യയിൽ നാളിതുവരെയുള്ള സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരിക്കൽ പോലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ്. മുഖ്യമന്ത്രിമാരായി ഇരുന്നു കൊണ്ട് നിരവധി ആളുകൾ ഇതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് മരണമടഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അവരുടെ മരണവിവരം കൃത്യമായി അറിയുന്നതിൽ ജനങ്ങൾക്കുള്ള സ്വാഭാവികമായ അവകാശത്തെ നാളിതുവരെ ഒരു ഭരണകൂടവും ഇന്നേവരെ നിഷേധിച്ചിട്ടില്ല. എന്നാൽ ആ തരത്തിലുള്ള എല്ലാ ഇതും ജയലളിതയുടെ കാര്യത്തിൽ ഇപ്പോൾ വ്രണപ്പെടുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ അടിസ്ഥാനം. തമിഴ്നാട് മുഖ്യമന്ത്രിയായ ജയലളിതയെ സെപ്റ്റംബറോടുകൂടിയാണ് നിർജ്ജലീകരണം എന്ന പേരിൽ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. എന്നാൽ അതിനുശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം നേരത്തെ തമിഴ് പുലികളുടെ എല്ലാം വധഭീഷണി ഉണ്ടായിരുന്ന Z+ കാറ്റഗറിയിലുള്ള ജയലളിതയ്ക്ക്
ജയലളിത പ്രവേശിപ്പിക്കപ്പെട്ട ആ കോറിഡോറിലുള്ള ഇടനാഴിയിലെ മുഴുവൻ CCTV ക്യാമറകളും രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമാക്കാനായി സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ തമിഴ്നാട് രഹസ്യാന്വേഷണ ഏജൻസികൾ അപ്പോളോ ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകി എന്നതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പുറത്തു വരുന്നൊരു കാര്യം. പ്രധാനമായും എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്തത് എന്നതിനെ സംബന്ധിച്ചുള്ള ദുരൂഹതയാണ് ഈ കാര്യത്തിൽ വർദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴും നമുക്കറിയില്ല ജയലളിതയെ ചികിത്സിച്ച ഡോക്ടർമാരാരാണെന്നോ അവരെ പരിചരിച്ചിരുന്ന നേഴ്സുമാരാരായിരുന്നെന്നോ ആർക്കും അറിയില്ല. മുറിയിൽ എല്ലാ സമയത്തും പ്രവേശനമുണ്ടായിരുന്നത് 2 സ്ത്രീകൾക്ക് മാത്രമാണ്. ഒന്ന് ജയലളിതയുടെ മുഖ്യ ഉപദേഷ്ടാവ് കൂടിയായ മുൻ തമിഴ്നാട് ചീഫ് സെക്രട്ടറി ഷീല ബാലകൃഷ്ണനും അതോടൊപ്പം ജയലളിതയുടെ ഉറ്റ തോഴിയായ ശശികല. ഇവർക്ക് 2 പേർക്ക് മാത്രമാണ് ജയലളിതയ്ക്ക് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് സംസ്ഥാന സർക്കാർ അപ്പോളോ ആശുപത്രി എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാവുന്നത്. രാജ്യത്തെ വളരെ പ്രമുഖരായ നേതാക്കന്മാർ പോലും ജയലളിതയെ കാണാനായി അവിടെ എത്തിയിട്ട് അവർക്ക് കാണാൻ കഴിയാതെ ICUവിൽ കാണാൻ കഴിയാതെ തിരികെ പോകേണ്ടതാവുന്ന അവസ്ഥയുണ്ടായി. അതിന് ആശുപത്രി അധികൃതർ അവരോട് പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് പറഞ്ഞിരുന്നത് ജയലളിത അണുബാധിതയാണ്, അവരുടെ ശരീരത്തിൽ അണുബാധ കയറിയിട്ടുണ്ട്, അതുകൊണ്ട് കാണാൻ കഴിയില്ല എന്നതാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നത്. തികച്ചും തൃപ്തികരമായൊരു വിശദീകരണം തന്നെയാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിൽ പോലും പക്ഷേ എന്തായിരുന്നു ഇവരുടെ അസുഖം എന്ന തരത്തിലുള്ള ചില വാർത്തകൾ, അതിനോട് കിടപിടിക്കുന്ന ചില വാർത്തകൾ പുറത്തു വരുന്നത് ഇവർ ആദ്യം പാരലൈസ്ഡ് ആയി എന്നും അതിനുശേഷം ഇവർക്ക് ജയലളിതയ്ക്ക് വൃക്ക മാറ്റി വെക്കേണ്ടി വന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അടുത്ത ബന്ധുക്കളെ പോലും, അതായത് ഏക സഹോദരനാണ് ഉണ്ടായിരുന്നത് ജയകുമാർ ജയലളിത ഇങ്ങനെ 2 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരുടെ മകനായ ദീപകിനെ കയറ്റുകയും ദീപ ജയകുമാറിനെ കയറ്റാതിരിക്കുകയും ആശുപത്രിയിൽ കയറ്റാതിരിക്കുകയും ചെയ്യുക എന്നത് തികച്ചും ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയാണ്. കാരണം തമിഴ്നാട്ടിലെ ചില മുതിർന്ന പത്രക്കാരുമായി ദീപ ജയകുമാർ ഈ കാര്യത്തിൽ തൻ്റെ ആശയവിനിമയം നടത്തിയതായിട്ടാണ് നമുക്ക് കൃത്യമായ വിവരമുണ്ട്. കാരണം തനിക്ക് ഏതെങ്കിലും തരത്തിൽ തൻ്റെ അമ്മായിയെ, തൻ്റെ ആൻറ്റിയെ തനിക്ക് ആശുപത്രിക്കുള്ളിൽ പോയി കാണാൻ അനുവദിക്കണം, അതിന് മാധ്യമങ്ങൾ സഹായിക്കണം എന്ന തരത്തിൽ പല മാധ്യമപ്രവർത്തകരുമായും ദീപ ജയകുമാർ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ശശികലയുടെ കർശന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദീപ ജയകുമാറിന് അപ്പോളോ ആശുപത്രിയിൽ പ്രവേശനം നിഷേധിച്ചു എന്നതാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യം. അതുകൂടാതെ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ജയലളിത ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ജയലളിതയുടെ മൃതദേഹത്തിൽ ജയലളിതയുടെ കവിളിൽ കണ്ട ചില മുറിവുകൾ കൂടുതൽ ദുരൂഹത ഉണർത്തുന്നു. അത് സാധാരണഗതിയിൽ എംബാം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ അങ്ങനെ ഒരു മുറിവുകൾ കവിളിൽ കാണുന്നത്. അത് യഥാർത്ഥ ചിത്രമാണോ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു വിവരമില്ല എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം ആ ചിത്രം വൈറലായി കഴിഞ്ഞു. അതിനും ഒരു തൃപ്തികരമായൊരു വിശദീകരണം തരാൻ കഴിയുന്നില്ല. കാരണം എംബാം ചെയ്യുന്നൊരു മൃതദേഹത്തിൽ എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തുകൂടാ എന്ന മറുചോദ്യം സ്വാഭാവികമായി ഉയരുന്നുണ്ട്. അതുകൂടാതെ ജയലളിത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ Z+ കാറ്റഗറിയിൽ പെടുന്ന സുരക്ഷ ഉള്ള വ്യക്തിയാണ്. അതോടൊപ്പം മുഖ്യമന്ത്രി, ഗവർണർ, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ അതിവിശിഷ്ട വ്യക്തിത്വങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ അത് ചെയ്യേണ്ടതാവുന്ന ചില സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പുറത്തിറക്കിയിട്ടുള്ള ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട്. എന്നാൽ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ഇവിടെ ജയലളിതയുടെ മരണാനന്തര കർമ്മങ്ങളിലും ക്രിയകളിലും പാലിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനോടനുബന്ധമായ രേഖീയമായ നടപടിക്രമങ്ങളിൽ പാലിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തൃപ്തികരമായ വിശദീകരണം ഇവിടെ ചില കാര്യങ്ങൾ ഒരുപക്ഷെ ജീവൻ നേരത്തെ ഗൗതമി അടക്കം സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ന് അപ്പോളോ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കൃത്യത, പ്രത്യേകിച്ച് അവിടെ അഡ്മിറ്റ് ആയിരുന്നത് അല്ലെങ്കിൽ ചികിത്സയിലായിരുന്നത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. പല ഘട്ടങ്ങളിൽ ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പ്രവർത്തനരഹിതമായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഗൗരവതരമായ വലിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന സൂചനകൾ കൂടിയല്ലേ ഇവിടെ ഉയരുന്നത്? സൗമ്യ, നമുക്കറിയാം, നമ്മളെല്ലാവരും പൊതുവിൽ ആശുപത്രികളിൽ CCTV കാണാറുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു സുരക്ഷയുടെ ഭാഗമായി CCTVകൾ സ്ഥാപിക്കുന്നത് ഒട്ടുമിക്ക ആശുപത്രികളിലും പതിവുള്ളതാണ്.
എന്നാൽ ജയലളിതയെ പ്രവേശിപ്പിച്ച ഇടനാഴിയിൽ ഉടനീളമുള്ള CCTV ക്യാമറകൾ നീക്കം ചെയ്യുന്നതിനായി രഹസ്യാന്വേഷണ ഏജൻസികൾ ആശുപത്രി അധികാരികൾക്ക് നിർദ്ദേശം നൽകി എന്നത് രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ജയലളിതയെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാർ ആരൊക്കെയാണ് എന്ന് ഭാവിയിൽ പോലും ഏതെങ്കിലും തരത്തിൽ അറിയാൻ പാടില്ല. അല്ലെങ്കിൽ ആ മുറിക്കുള്ളിലേക്ക് ആരൊക്കെ പ്രവേശിക്കുന്നു, എപ്പോൾ പ്രവേശിക്കുന്നു, എന്തിനു വേണ്ടി പ്രവേശിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് അങ്ങനെ ആശുപത്രി അധികാരികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അമ്മ ചിന്നമ്മ ദയം എന്നത് വളരെ വ്യക്തമായിരുന്നു. കാരണം ജയലളിത കഴിഞ്ഞാൽ ഭരണത്തിലും പാർട്ടിയിലും രണ്ടാമതായി ഉണ്ടായിരുന്നത് ശശികല തന്നെയാണ്. ഈ ജയലളിത ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ പോലും ജയലളിതയെ മറികടന്നുകൊണ്ട് ശശികല എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ ഇരുവരെയും തമ്മിൽ തെറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ ശശികലയ്ക്കുള്ള ഒരു വലിയ സ്വാധീനം ഈ കാര്യത്തിൽ നമ്മൾ കൂട്ടിവായിക്കേണ്ടതായി വരും. പ്രത്യേകിച്ച് ശശികലയുടെയോ ഷീല ബാലകൃഷ്ണൻ്റെയോ അനുമതിയോ മുൻകൂർ അനുമതിയില്ലാതെ ഇത്തരത്തിൽ ഒരു പ്രവൃത്തി രഹസ്യാന്വേഷണ ഏജൻസികൾ ചെയ്യും എന്ന് സാമാന്യേന നമുക്ക് വിശ്വസിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. അതുകൂടാതെ ഒരു നേരത്തെ രജനീകാന്ത് ഇതേ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഘട്ടത്തിൽ രജനീകാന്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് പലവിധ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെ സ്വന്തം ആശുപത്രി കിടക്കയിലുണ്ടായിരുന്ന രജനീകാന്തിൻ്റെ വോയിസ് ക്ലിപ്പ് പുറത്തുവിടാൻ അപ്പോളോ അധികാരികൾ തയ്യാറായി. പണ്ട് MG രാമചന്ദ്രൻ സമാനമായ അവസ്ഥയിൽ അമേരിക്കയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന ഘട്ടത്തിൽ, വൃക്കരോഗബാധിതനായി പ്രവേശിപ്പിച്ചിരുന്ന ഘട്ടത്തിൽ MGRന്റെ ഒപ്പോടുകൂടിയ കത്ത് തമിഴ്നാട്ടിൽ പ്രചരിപ്പിക്കാൻ തയ്യാറായവരാണ് അന്നത്തെ ഭരണ നേതൃത്വം ADMK എന്നിരിക്കെ ജയലളിത എന്നത് ഒരു ദുരൂഹത നിറയുന്ന ഒരു മരീചികയായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. അതോടൊപ്പം ഇവരുടെ കോടിക്കണക്കിന് രൂപ വരുന്ന സ്വത്തുക്കൾ ഇനി എന്തായിരിക്കും, ആരുടെ കൈവശമാണ് എത്തിച്ചേരുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൂടാതെ ജയലളിത തൻ്റെ ജീവിതകാലത്തിൽ എല്ലായ്പ്പോഴും എതിർത്തിരുന്ന ശശികല നടരാജൻ അടക്കമുള്ളവർ, ശശികലയുടെ ഭർത്താവ് നടരാജൻ അടക്കമുള്ളവർ പോയസ് ഗാർഡനിലേക്ക് വേദനിലയത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നതടക്കമുള്ള വാർത്തകൾ വരുന്നത് ADMK വൃത്തങ്ങളെ തെല്ലൊന്നുമല്ല വിഷമിപ്പിക്കുന്നത്. കാരണം ജീവൻ ഇന്നിപ്പോൾ നിർണായകമായ ഒരു മന്ത്രിസഭായോഗം, അതായത് ജയയുടെ അഭാവത്തോടെയുള്ള ഒരു മന്ത്രിസഭായോഗം നടക്കുകയാണ് തമിഴ്നാട്ടിൽ. ഒരുപക്ഷെ ഇനിയുള്ള കാര്യങ്ങൾ, അതായത് ഏത് വിധത്തിലായിരിക്കും AIDMKയുടെ മറ്റ് പ്രവർത്തനങ്ങൾ, തലപ്പത്തേക്ക് ആര് വരും എന്നതടക്കമുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി ജീവൻ റിപ്പോർട്ട് ചെയ്യുന്ന ഈ CCTV വിഷയം അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷെ അവിടെയും തെഹൽക്ക റിപ്പോർട്ടൊക്കെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇത്തരം കാര്യങ്ങളിലേക്ക് ഗൗരവതരമായി പോകേണ്ടതുണ്ടെന്ന് ഏറ്റവും പുതുതായി ഗൗതമിയെ പോലെയുള്ള ആളുകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെയും ഇപ്പോഴും എവിടെയൊക്കെയോ ചില ഇടപെടലുകൾ ഇക്കാര്യങ്ങളിലേക്ക് ആഴത്തിൽ കാര്യങ്ങൾ എത്താതിരിക്കാൻ പോകുന്നുണ്ട് എന്ന രീതിയിൽ കൂടി കാര്യങ്ങൾ വീക്ഷിക്കണ്ടേ? പ്രത്യേകിച്ച് മരണം സംഭവിച്ച ഇത്ര ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും ദുരൂഹതകൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. സൗമ്യ, തികച്ചും യുക്തിസഹമാണ് ആ ചോദ്യം. കാരണം ഇപ്പോൾ ഇനി എന്തായാലും ഇനി ആരാണ് ADMK നേതൃത്വത്തിലേക്ക് വരിക എന്നത് ഒരുപക്ഷെ ആ ചോദ്യം ഇനി ഒരു ശശികല എന്ന ജയലളിതയുടെ ഏറ്റവും വിശ്വസ്തയായ തോഴിയുടെ അരിയിട്ട് വാഴ്ച നടക്കുക എന്ന സ്വാഭാവികമായൊരു പ്രക്രിയ മാത്രമാണ് ഇനി തമിഴ്നാട്ടിൽ ബാക്കിയുള്ളത്. അണികൾ മാനസികമായി തന്നെ ശശികലയുടെ നേതൃത്വത്തോട് വിധേയപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു പുതിയ മറ്റൊരു ക്രമം ഈ കാര്യത്തിൽ ശശികലയ്ക്ക് വിരുദ്ധമായൊരു ക്രമം ഉണ്ടാകും എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിയോജിപ്പ് ഉയർത്താൻ കഴിയുന്നൊരു നേതാവ് ഗൗണ്ടർ വിഭാഗത്തിൽ നിന്നുള്ള സെങ്കോട്ടയ്യനായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം സെങ്കോട്ടയ്യനെയും ശശികല സെറ്റിൽ ചെയ്തതായിട്ടാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുന്ന വാർത്തകൾ, ചെന്നൈയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. കാരണം ADMKയുടെ അടിവേര് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ADMKക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള തമിഴ്നാട്ടിലെ പ്രബലമായ രണ്ട് സമുദായങ്ങളാണ്. ഒന്ന് തേവർ വിഭാഗവും, രണ്ട് കൗണ്ടർ വിഭാഗവും. അതിൽ തേവർ വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് ശശികല. ആ പദവി തന്നെയാണ്
മുഖ്യമന്ത്രിയായ ഒ പനീർശെൽവത്തിനും ഉള്ളത്. അതേ സമുദായക്കാരൻ തന്നെയാണ്. പിന്നെയുള്ള മറ്റൊരു പ്രബലമായ വിഭാഗം കൗണ്ടർ വിഭാഗമാണ്. അവരുടെ അനിഷേധ്യനായ നേതാവാണ് സെങ്കോട്ടയ്യൻ. എന്നാൽ സെങ്കോട്ടയ്യൻ മുഖ്യമന്ത്രിയാക്കണം അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എന്ന തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ അണികളിൽ ഒരു വിഭാഗം അണികളിൽ നിന്ന് ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ താൻ അത്തരം ഇടപാടുകൾക്കൊന്നുമില്ല എന്ന തരത്തിൽ പോയസ് ഗാർഡനിലെത്തി ശശികലയെ നേരിൽ കണ്ട് സെങ്കോട്ടയ്യൻ അറിയിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ശ്രീ ജിമോൻ ജേക്കബ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഇവിടെ ഇതുവരെയും പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ജയലളിതയുമായി ബന്ധപ്പെട്ട് അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ആശുപത്രിവാസവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ സംശയത്തിനെതിരെ നിൽക്കുകയാണ്. ആ ഒരു ദുരൂഹത ഒരുപക്ഷെ വർദ്ധിപ്പിക്കുന്നതാണ് ഇന്നിപ്പോൾ ഏറ്റവും പുതിയ ചില റിപ്പോർട്ടുകൾ കൂടി, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കൂടി ചേർക്കുമ്പോൾ. ഒന്ന്, അവിടെ ചികിത്സയിലായിരുന്നത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ ആ സമയത്ത് അത്രയും CCTV പ്രവർത്തിച്ചിരുന്നില്ല. പലരെയും അങ്ങോട്ട് കടത്തി വിടാതെ അതിന് പല ന്യായീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പലരെയും കടത്തി വിടാതെ ഉള്ളൊരു നിലപാടെടുത്തു. ഇവിടെ ആരാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തത് എന്നതിൽ പോലും ദുരൂഹതയുണ്ട്. ഇത്തരത്തിൽ മരണശേഷം ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അടക്കി എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യങ്ങൾ? ജനാധിപത്യ ഇന്ത്യയിലാണ് ഇങ്ങനെയൊരു മരണം സംഭവിച്ചത്. ജയലളിത അപ്പോളോ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച 75 ദിവസവും എന്താണ് അവിടെ നടന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ ചുരുക്കം ശശികലയ്ക്ക് മാത്രം ചിലപ്പോ അറിവുണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റാർക്കും തന്നെ, അതായത് ജയലളിത പ്രതിദാനം ചെയ്യുന്ന AIADMKയുടെ MLA-മാർക്കോ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഒഫീഷ്യൽസിനോ ഇതേക്കുറിച്ച് വിവരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇത്തരം ദുരൂഹമായിട്ടുള്ള ഒരു മരണം നടക്കുമ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഇന്നലെ മലയാളത്തിന്റെ പ്രിയങ്കരിയായിട്ടുള്ള ഒരു സിനിമാ താരം ഗൗതമി ആവശ്യപ്പെട്ടിരുന്നു. ഗൗതമി വ്യക്തമായിട്ടും ഒരു BJP പക്ഷപാതിത്വമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതുവരെ ഉരുത്തിരിയുന്ന സംഭവങ്ങളും അതിനെ തുടർന്ന് ജയലളിതയുടെ മരണത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളും വ്യക്തമാകുന്നത് ഒരേ ഒരു വ്യക്തിയാണ് ഇതേക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുന്ന ഒരാളുള്ളത്. അത് ശശികലയാണ്. അപ്പൊ ഇത്തരം ഒന്നാമത് മനസ്സിലാക്കുന്നത് വെച്ചാൽ തമിഴ്നാടിന്റെ ഒരു മുഖ്യമന്ത്രി മാത്രമല്ല ജയലളിത. ജയലളിത ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു പാർട്ടിയുടെ നേതാവ് കൂടിയാണ്. അത്തരം ഒരു വ്യക്തിക്ക് ഇത്തരം അസാധാരണമായിട്ടുള്ള മരണം സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ജനാധിപത്യ വിശ്വാസികളായിട്ട് ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇതിനു മുമ്പും ഇപ്പൊ 68 വയസ്സ് എന്നുള്ളത് മരണം ഭരിക്കാൻ സാധ്യതയുള്ള ഒരു പ്രായമാണ്. അവിടെ ഒരു പക്ഷേ ശ്രീ ജിമോൻ ജേക്കബ്, അവിടെയാണ് ഒരു സുപ്രധാനമായ വിഷയം. സെപ്റ്റംബർ 22-ന് ജയലളിത ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു. അപ്പോൾ പറഞ്ഞ ഒരു കാരണം, അതായത് രോഗാവസ്ഥ എന്ന് പറഞ്ഞത് കടുത്ത പനിയും നിർജ്ജലീകരണവും എന്നതാണ്. ഒരു പക്ഷേ മറ്റു രോഗങ്ങളുണ്ടോ എന്നതൊക്കെ കൂടി ക്ലിയർ ആകേണ്ടതുണ്ട്. പക്ഷേ അപ്പോൾ മുതൽക്കേ തന്നെ മറ്റാരുടെയൊക്കെയോ നിയന്ത്രണത്തിലായിരുന്നു ജയലളിതയുടെ ചികിത്സയും ഹോസ്പിറ്റലിലെ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്ന് വ്യക്തമാകുകയല്ലേ? അതായത് അപ്പോൾ തന്നെ തന്റെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്ന രീതിയിൽ ജയലളിതയുടെ അവസ്ഥ എത്തിച്ചേർന്നിരുന്നു ആയിരിക്കാം. ഇത് കാരണം ജയലളിതയുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് ലഭ്യമായിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട്സിൽ ഉള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഹൈപ്പർ ടെൻഷനും ഡയബറ്റിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ജയലളിത ഏത് അവസ്ഥയിലാണ് ഈ ആശുപത്രിയിൽ പോയി എന്നുള്ളത് പോലും തമിഴകത്തുള്ള ഒരാൾ പോലും പറയുന്നില്ലല്ലോ. തമിഴകം പറയുന്നില്ല, പിന്നെ ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്ന ഏജൻസീസ് പറയുന്നില്ല. ആകെ അറിയാവുന്ന അപ്പോളയുടെ ഡയറക്ടർമാർക്കും അല്ലെങ്കിൽ ജയലളിതയെ ചികിത്സിച്ച ഡോക്ടർമാർക്കും ശശികലയ്ക്കും മാത്രമല്ലേ. അപ്പോൾ ഇത്തരം ദുരൂഹ സാഹചര്യത്തിൽ ഒരു ഉന്നത നേതാവ് മരിക്കാനായിട്ടുള്ള സാഹചര്യത്തെ കുറിച്ച് അന്വേഷിക്കുക എന്നുള്ള ഒരു
മിനിമം ബാധ്യത പോലും നമ്മുടെ രാജ്യത്തിനില്ലേ? അവിടെ ശ്രീ ജിമോൻ ജേക്കബ്, ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും ആട്ടി അകറ്റി നിർത്തപ്പെട്ട ആളാണ് ശശികല. ഇവിടെ ഗൗതമി ആയാലും ഒക്കെ തന്നെയും ഇങ്ങനെ ഒരു കാര്യം അന്വേഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ആരോപണത്തിന്റെ പോയിന്റ് ഞാൻ ആരിലേക്കും ചൂണ്ടുന്നില്ല എന്ന് പറയുന്നു. നമുക്ക് സ്വാഭാവികമായും പൂർണ്ണമായ ഒരു അറിവില്ലാതെ നമുക്ക് അത് ആരിലേക്കും ചൂണ്ടുന്നതും ശരിയല്ല. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇപ്പൊ ശശികലയാണെങ്കിലും അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും അത്തരം ഗൂഢാലോചനകളെല്ലാം ഒരു മേഖലയിലേക്ക്, അതായത് ഈ ഒരു വിഷയത്തിലേക്ക് കേന്ദ്രീകരിച്ചു എന്നുള്ളത് വ്യക്തമല്ലേ? കാരണം കൃത്യമായി അവിടെ ആളുകൾക്ക് ആർക്കും പ്രവേശനമില്ല, അല്ലെങ്കിൽ ഇത്ര പേർക്ക് മാത്രമേ അവിടെ കാണാൻ പറ്റുന്നുള്ളൂ. എയിംസിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന കാര്യത്തിലേക്ക് ആ സമയത്ത് യാതൊരു രീതി, ആ സമയത്ത് ഒരുപക്ഷെ മരണം സംഭവിച്ച ഉടനെ തന്നെ സത്യപ്രതിജ്ഞ നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ രീതിയിൽ രാഷ്ട്രീയമായും അല്ലെങ്കിൽ ജയലളിതയുടെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങളിലും എല്ലാം കൂടി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ആ ഒരു ശക്തി വളർന്നു എന്നതുകൂടി ഗൗരവതരമായി കാണേണ്ടതല്ലേ? അത് തമിഴകത്ത് സ്ഥിരമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. തമിഴകം കേരളം പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സംസ്ഥാനം പോലെയോ ഉള്ള ഒരു സംസ്ഥാനമല്ല. അവിടെ ആക്ട് ചെയ്യുന്ന ഭരണത്തിലും ഭരണത്തിന് പുറത്തും ആക്ട് ചെയ്യുന്ന ശക്തികൾ വളരെ പ്രബലരാണ്. അപ്പൊ ഈ കാര്യത്തിൽ വേറൊരു കാര്യത്തിലേക്ക് കൂടി നോക്കുക. അല്ലെങ്കിൽ ജയലളിത ഏത് സാഹചര്യത്തിലാണ് ആശുപത്രിയിൽ പോയതെന്നുള്ളതിനെ കുറിച്ച് ആർക്കും അറിയില്ല. ജയലളിത എന്നാണ് എന്നതിനെ കുറിച്ച് പോലും ഇപ്പോൾ സംശയങ്ങൾ ഉയർന്നു വരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? അതായത് ഒരു ശക്തിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ അധികാരം കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ ഇതിനോടനുബന്ധിച്ച് നടന്ന മറ്റ് അസ്വാഭാവികമായ വിഷയങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കോടതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയതാണ്. 22-ാം തീയതി സെപ്റ്റംബർ 22-ന് ജയലളിത ഹോസ്പിറ്റലൈസ്ഡ് ആയതിനു ശേഷം എന്താണ് കാര്യങ്ങൾ എന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന രീതിയിലുള്ള ഹർജി വന്നു. സ്വാഭാവികമായും അതിന്റെ നിയമപരമായ വശങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടായിരുന്നു. അത്തരത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ആവശ്യം ഉയരുന്നുണ്ടായിരുന്നു. ഈ ഒരു മരണപ്രഖ്യാപനത്തിനുണ്ടായിട്ടുള്ള സന്നാഹങ്ങൾ, ഒരു യുദ്ധസന്നാഹം പോലെയുള്ള കാര്യങ്ങൾ കേന്ദ്രം ഇടപെടുന്നു. അപ്പോൾ തന്നെ ആഭ്യന്തര മന്ത്രാലയം ഇടപെടുന്നു. അവിടേക്ക് മന്ത്രി വെങ്കയ്യ നായിഡുവിനെ അയക്കുന്നു. കേന്ദ്രസേന പോലും എത്തുന്നു. ഇത്തരത്തിലുള്ള വലിയ സന്നാഹങ്ങൾ ഇവിടെയും ഒക്കെ തന്നെയും ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും ഒരു വലിയ എന്തൊക്കെയോ ചില നീക്കങ്ങൾ അല്ലെങ്കിൽ വലിയ ചില ചർച്ചകൾ ഒക്കെ നടന്നു എന്ന ചില സൂചനകൾ കൂടിയില്ലേ? അത് വ്യക്തമല്ലേ? കാരണം തമിഴ്നാട് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ഒരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള BJP ഉണ്ട്, അധികാരം നിലനിർത്തണമെന്നുള്ള AIADMK ഉണ്ട്, അധികാരം പിടിച്ചടക്കണമെന്നുള്ള DMK ഉണ്ട്. മറ്റ് ഒരുപാട് ശക്തികൾക്ക് ഈ സംസ്ഥാനങ്ങളിലെ ഭരണം ആര് നിയന്ത്രിക്കണമെന്നുള്ളതിൽ താല്പര്യമുണ്ട്. അത്തരമൊരു സാഹചര്യം അതിന്റെ ഏക തടസ്സം ജയലളിത എന്നൊരു വ്യക്തി തന്നെയായിരുന്നു. ജയലളിത പോയതിനു ശേഷം ജയലളിതയ്ക്ക് യാതൊരു പ്രസക്തിയും ഇല്ലല്ലോ. ജയലളിത മരണപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ജയലളിത മരണത്തോട് അടുക്കുമ്പോൾ പോലും ജയലളിതയ്ക്ക് ഒരു ഫ്രീ വിൽ എക്സസൈസ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് ഉറപ്പില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു അപ്രസക്തിയാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അതായത് മരിക്കുമ്പോൾ അവിടെ എഴുതി ചേർത്ത വാക്കുകളിൽ മുൻ മുഖ്യമന്ത്രി എന്നുപോലും ചേർക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷമായിരുന്നു അടക്കം എന്നതൊക്കെയും ഒരുപക്ഷെ ഇതിനോടൊക്കെ ചേർത്ത് വായിക്കേണ്ടതാണ്. അത് പറയാൻ ഞാൻ ആളല്ല. കാരണം എന്താണെന്ന് വെച്ചാല് നമുക്കൊരു വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇതിനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ജയലളിത മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾ ആ സംസ്കാര ചടങ്ങുകളിലെ ദൃശ്യങ്ങൾ ശ്രദ്ധിക്കുക. ജയലളിത പുറത്താക്കിയ ആൾക്കാരാണ് ശശികലയ്ക്ക് ചുറ്റും പിൻഭാഗത്ത് അണിനിരന്നിട്ടുള്ള എല്ലാ വ്യക്തികളും. അതിന്റെ പിറ്റേ ദിവസമാണ് ശശികല 2011 ഡിസംബർ
ജയലളിത 2011 ഡിസംബർ 17 പുറത്താക്കിയ ശശികലയുടെ ഭർത്താവ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. അതിന്റെ ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ കോയമ്പത്തൂരിൽ നിന്നുള്ള രാജ്യസഭാംഗമാണോ അദ്ദേഹം ഒരു അഡ്വർടൈസ്മെന്റ് 2-പേജ് അഡ്വർടൈസ്മെന്റ് കൊടുത്തിരുന്നു ശശികലയെ നേതാവായിട്ട് അവരോധിച്ചുകൊണ്ട്. അപ്പോൾ ഇതെല്ലാ സംഭവവികാസങ്ങളും നോക്കുന്നതെന്ന് വെച്ചാൽ പടിപടിയായിട്ട് ശശികല AIADMK അധികാരത്തിലേക്ക് വളർന്നു വരുന്നതിനുള്ള ഒരു സിറ്റുവേഷൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപജാപ വൃന്ദത്തിന്റെ വ്യക്തമായ അജണ്ടയോട് കൂടിയിട്ടുള്ള ഒരു പരിപാടികളാണ്. ഇത്തരം ഒരു സാഹചര്യം എങ്ങനെ സംജാതമായി എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്യേണ്ടതാണ്. ഒരുപക്ഷെ അത് തന്നെയാണ് ശ്രീ ജിമോൻ ജേക്കബ്. ഇവിടെ നമുക്കിനി അറിയേണ്ടത്, ഇനി ഇതിൽ എന്തായാലും ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു, ഇനി ഇതിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നതാണ്. പക്ഷെ ഒരു സുപ്രധാനമായ ഒരു വിഷയമുള്ളത്, ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞിരിക്കുന്നു, ദുരൂഹതകൾ പല ഘട്ടങ്ങളിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അങ്ങനെയുള്ള ആരോപണങ്ങളും അന്വേഷണ ആവശ്യങ്ങളും അവിടെ തന്നെ നിലനിൽക്കുന്നതേ ഉള്ളൂ. കാരണം ഇതേക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടത് ആരാണ്? പ്രധാനമായിട്ടും തമിഴ്നാട് ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയാണ്. ഈ രണ്ടു കൂട്ടരും ശശികലയുടെ അജ്ഞാതവർത്തികളാകുന്ന അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. കാരണം ശശികല ഇന്ന് വരെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെ AIADMKയുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഘടനയിൽ ഒരു റോളും വഹിക്കാത്ത വ്യക്തിയാണ്. അവരെ കാണുന്നതിന് വേണ്ടിയിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയും അവരുടെ ക്യാബിനറ്റ് അംഗങ്ങളും സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി കാത്തു നിൽക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മുടെ നിങ്ങളുടെ ടെലിവിഷനിലടക്കം സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, പ്രധാനമന്ത്രി മോദി അവരെ ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങളും കണ്ടു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് വ്യക്തമാകുന്നത്? എല്ലാവർക്കും വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു അധികാര സ്ഥാനമാണ് ശശികല. യെസ്, വളരെ നന്ദി ശ്രീ ജിമോൻ ജേക്കബ് ഈ അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. ഏതായാലും ജയലളിതയുടെ മരണശേഷം ഉള്ള, അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ടുള്ള, ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ മുതലുള്ള, ഒരുപക്ഷെ അതിന് മുൻപ് മുതലുള്ള ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് എന്ന് തന്നെ വേണം. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ചില റിപ്പോർട്ടുകൾ കൂടിയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ ജീവൻ കൂട്ടിച്ചേർക്കുന്നത്. അതായത് ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൊട്ടു പിന്നാലെ തന്നെ ഇടനാഴികളിലെ CCTVകൾ പ്രവർത്തനരഹിതമായി. ജയലളിതയെ കാണാൻ സഹോദരപുത്രി ദീപ ജയകുമാറിന് അനുമതി നിഷേധിച്ചതിലും ദുരൂഹത. VIP കാറ്റഗറിയിലുള്ള ജയലളിതയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അടക്കിയതിലും സംശയം ഉണരുന്നു എന്നതാണ് ഈ ദുരൂഹതകളുടെ ആക്കം കൂട്ടുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ.